ഹായ്, ഒരു ദീപാവലി ഫോട്ടോഷൂട്ടായാലോ? വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള തരക്കേടില്ലാത്തൊരു ചുരിദാർ. എല്ലാ ഫോട്ടോഷൂട്ടിനും സാരി തന്നെയല്ലേ, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫെസ്റ്റിവൽ മോഡലൊരു ചുരിദാറാണ് കേട്ടോ. പിന്നെ മേക്കപ്പ്. എല്ലാവരും കരുതും ഞാൻ ബ്യൂട്ടീഷ്യനായ കാരണം ഭയങ്കര മേക്കപ്പ് ഇടുന്ന ആളായിരിക്കും. സത്യമായിട്ടല്ല കേട്ടോ. എനിക്ക് ഈ മേക്കപ്പ് ചെയ്ത് മടുത്തു എന്നല്ലാതെ അവനോട് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, ഓൺ വോയിസ് ചെയ്യുമ്പോൾ നീ വീട്ടിൽ സംസാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് കേട്ടോ, അതായത് ഈ വള്ളുവനാടൻ കേട്ടോ വരൂ അല്ല വരൂ കേട്ടോ, അതൊന്നും വേണ്ട, നോർമലായിട്ട് പറഞ്ഞാൽ പോരെയെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇപ്പോഴും പിന്നെ അതുപോലെ തന്നെ. പോട്ടെ, എവിടെ പറഞ്ഞു നിർത്തിയേ? മേക്കപ്പ്. സംഭവം എനിക്ക് എൻ്റെ മുഖത്ത് കുറേ മേക്കപ്പ് വാരി തേക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ കുറേ വാരി തേച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും നല്ല ബോറായി എടുത്ത് കാണിക്കും. അതെനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ പോലും എനിക്ക് താല്പര്യമില്ല. ഇത് പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മാനേജർ ഉണ്ടല്ലോ, ആരാ, എൻ്റെ സന്താനം, മൂപ്പരെന്നെ നല്ലോണം ആട്ടും. അത് കാരണം ഒരു വൃത്തിക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പം മേക്കപ്പ് കഴിഞ്ഞു. ഇനി അതിൻ്റെ എന്താ പറയുക, ആക്സസറീസ് എന്നാണ് പറയുക, എന്തോ വിളക്ക്, താലം, ഇതൊക്കെ നമ്മുടെ മാനേജറാണ് സെറ്റ് ചെയ്യണം. മൂപ്പര് ഭയങ്കര ഡെക്കറേഷനിലാണ് കേട്ടോ. പിന്നെ കേട്ടോ, അതിനിടയ്ക്ക് നമ്മൾ റിംഗ് ലൈറ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അത് ഓടിപ്പോയി പിന്നെ എടുത്തിട്ട് വന്നു. പാവം, എൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ അത് ഓടി മരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ എന്താണെന്നറിയോ, മൂപ്പര് പറയണ എല്ലാം കേട്ടുന്നുണ്ടെങ്കിൽ തലയ്ക്ക് കിട്ടും. അതുകൊണ്ട് പറഞ്ഞ് കേട്ട് അങ്ങനെ ഇരിക്കേ രക്ഷയുള്ളൂ. ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ അവൾ തന്നെയാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരിക. എന്തിന് നിൽക്കേണ്ട പോസ്, ചിരിക്കേണ്ടത്, കണ്ണെങ്ങനെ, അതൊക്കെ അവൾ പറഞ്ഞു തരും. അവൾക്ക് അതൊക്കെ നല്ല പിടുത്തമാണ്. എനിക്കാണെങ്കിൽ അതിൽ ABCD പോലും അറിയൂല. അതിലെന്തെങ്കിലും തെറ്റിക്കും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇടിയും കിട്ടും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ചെറിയ ഫോട്ടോഷൂട്ട് എടുത്തുമ്പോൾ അതിന് എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയ വലിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാർ എത്ര മെനക്കെടുണ്ടാവില്ലേ. ഇതിനിടയ്ക്ക് കുറേ ഞങ്ങൾക്ക് മണ്ടത്തരങ്ങളും പറ്റാറുണ്ട്. കുറേ മെനക്കെട്ട് കുറേ മണ്ടത്തരങ്ങൾ കാട്ടിയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടുന്ന ഫോട്ടോസൊക്കെ അടിപൊളിയാവാറുണ്ട്. അപ്പം നമ്മുടെ ദീപാവലി ഫോട്ടോഷൂട്ട് കഴിയുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഇഷ്ടമായില്ല എന്ന് പറയരുത്, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്, എങ്കിൽ ഒന്നുകൂടി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി.